എന്നിട്ട് ഉമ്മക്ക് നേരല്ല അല്ലെ? എടി എനിക്ക് എന്നെ ഇഷ്ടാന്ന് പറയാൻ, എടി ഈ ഉണ്ടാക്കി തരുന്ന ചായ എന്ത് രസാന്ന് പറയാൻ 10-30 കൊല്ലായില്ലേ ഓള് ചായ ഉണ്ടാക്കി കൊണ്ടുതരുന്ന് ഇല്ലേ? രാവിലെ എണീക്കുമ്പോത്തിന് എത്ര വർഷങ്ങളായിട്ടുണ്ടാവും കട്ടൻ ചായയും കൊണ്ട് ഓൾ അടുത്ത് വരണേ. മൈൻഡ് ചെയ്യ പോലും ഇല്ല അല്ലെ? ഓള് ചായയും വെച്ച് അടുക്കളയിൽ ഒറ്റപ്പോക്കാം. ആ ചായ കുടിക്കുമ്പോ എടി നീയും ഇവിടെ ഇരിക്ക്, ഈ ഒരു ഗ്ലാസ് ചായയും കൊണ്ടുവാ, നിന്റെ ചായക്ക് വല്ലാത്തൊരു രുചിയാണ് കേട്ടോ എന്ന് പറയുമ്പോ ഓളെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു സുഖമുണ്ട്, ഓൾക്ക് കിട്ടുന്ന ഒരു അംഗീകാരമുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിനെയാണ് സ്നേഹ പ്രകടനം എന്ന് പറയാ. കമലാസുരയ്യ മാധവിക്കുട്ടി പറഞ്ഞതുപോലെ പിശുക്കന്റെ ധനവും പ്രകടിപ്പിക്കാത്ത സ്നേഹവും ഒരുപോലെയാ. ആർക്കൊരു ഗുണം ഉണ്ടാവില്ല. മരിച്ചു കഴിഞ്ഞിട്ട് എന്റെ ഓള് പോയല്ലോ, മൂപ്പര് മരിച്ചല്ലോ എന്ന് പറയുന്നതിന് പകരം ജീവിച്ചിരിക്കുമ്പോ നോക്കി എനിക്ക് നിങ്ങളെ ഇഷ്ടാട്ടോ എന്ന് പറയാ, ഐ ലവ് യു എന്ന് പറയാ. ആ വാക്കെന്നെ മറന്നിട്ടുണ്ടല്ലേ പലരും. അത് കേൾക്കുമ്പോ തന്നെ കാലിന്റെ പെരുവിരൽ നിങ്ങോട്ട് കേറും ദേഷ്യം. അങ്ങനെ ദേഷ്യപ്പെടേണ്ട വാക്കാണോ അത്? നമ്മൾ അതിനൊരൊറ്റ അർത്ഥേ കൊടുത്തിട്ടുള്ളൂ, നമ്മളെ കൗമാര കുട്ടികളുടെ ഇടയിലുള്ള ഐ ലവ് യുന്റെ അർത്ഥേ. പ്രിയപ്പെട്ടവരെ, അത് ഓൾക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റിയ വാക്കല്ല, നമ്മളാണ് അത് ഉപയോഗിക്കേണ്ടത്. നമ്മളത് നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ച നമ്മളെ കുട്ടികൾ അത് ഉപയോഗിക്കൂല. ആ പാഠമാണ് ഉൾക്കൊള്ളേണ്ടത്.